ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അത്യാവശ്യം ടോപ്പിക്സ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ് അതിന് പറഞ്ഞു തരാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. കാരണം ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ച് ചോദിച്ചാലും പഴശ്ശി സമരങ്ങളെ കുറിച്ച് ചോദിച്ചാലൊക്കെ കുണ്ടറ വിളംബരം, കുറിച്യ ലഹള, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്ത് ഡേറ്റ് അറിയണം. ആ സംഭവത്തിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയണം. എന്തൊക്കെയാണ് ആ സമയങ്ങളിൽ ഉണ്ടായത്, വല്ലവരും മരിച്ചിട്ടുണ്ടോ, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം അല്ലെ. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഒരുപാട് അത്തരം ടോപ്പിക്കുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അത് മറന്നു പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേ ഇരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 1921 വാഗൺ ട്രാജഡി, അതായത് മലബാർ ലഹളയും വാഗൺ ട്രാജഡിയും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതുവരെ നിങ്ങൾ എല്ലാവരും നന്നായി പഠിച്ച് റിവൈസ് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. അങ്ങനെ തന്നെ വേണം കേട്ടോ. ഓക്കെ, അപ്പോ ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. എന്തായാലും കേരള ഫാക്ട്സിന് നല്ല പ്രാധാന്യമുണ്ട്. കാരണം നമ്മള് കേരളത്തിലുള്ള ആളുകളല്ലേ അല്ലെ. അപ്പൊ നമ്മൾ ആ എക്സാം അല്ലേ എഴുതുന്നത്. അപ്പൊ എന്തായാലും കേരള റിലേറ്റഡ് ആയ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ധാരാളം എന്നല്ല, ഈ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നായർ റെഗുലേഷനുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ PSC ബുള്ളറ്റിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് നന്നായി മനസ്സിലാക്കി വെക്കുക, പഠിക്കുക, വായിക്കുക, ഇടയ്ക്ക് റിവൈസ് ചെയ്യുക, കേൾക്കുക, അതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നായർ റെഗുലേഷനുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. മരുമക്കത്തായത്തിനെതിരെ പൊതുജനാഭിപ്രായം ശക്തമായതിനെ തുടർന്ന് 1912 തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാൾ രാജാവ് 1-ാം നായർ ആക്ട് പാസാക്കി. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? 1-ാം നായർ ആക്ട് പാസാക്കിയത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. 1912 ആര് ശ്രീമൂലം തിരുനാള് നായർ 1-ാം നായർ ആക്ട് പാസാക്കിയത്. മരുമക്കത്തായത്തിനെതിരെ പൊതുജനാഭിപ്രായം ശക്തമായതിനെ തുടർന്ന് 1912 തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാള് രാജാവ് 1-ാം നായർ ആക്ട് പാസാക്കി. ക്ലിയർ ആയല്ലോ? അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്ന്, മരുമക്കത്തായത്തിനെതിരെ പൊതുജനാഭിപ്രായം ശക്തമായതിനെ തുടർന്നാണ് ഈ ആക്ട് വരുന്നത്. 1912 ഈ ആക്ട് വരുന്നത്. തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാൾ രാജാവാണ് 1-ാം നായർ ആക്ട് പാസാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിൽ പഠിച്ചു വെക്കണം. സേതു ലക്ഷ്മിബായിയുടെ റീജൻസി ഭരണകാലത്ത് 1925 2-ാം നായർ ആക്ടിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായം നടപ്പിലാക്കി. അടുത്തത് 2-ാം നായർ ആക്ട് ആണ്. 2-ാം നായർ ആക്ട് വരുന്നത് 1925 1-ാം നായർ ആക്ട് 1912 സേതു ലക്ഷ്മിബായിയുടെ റീജൻസി സമയം, അതായത് രാജാവ് വന്നിട്ടില്ല, അതിന്റെ പകരം റീജന്റ് ആയിട്ട് ഭരണം നടത്തുന്നത്. അപ്പൊ ക്യാരിയിങ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. ആ സമയത്താണ് ഇവര് റീജന്റ് ആയിട്ട് ഭരിക്കുക. ഓക്കെ, അപ്പൊ സേതു ലക്ഷ്മിബായിയുടെ റീജൻസി ഭരണകാലത്താണ് 1925 2-ാം നായർ ആക്ടിലൂടെ തിരുവിതാംകൂറിൽ എന്ത് നടപ്പിലാക്കുന്നത്? മക്കത്തായം നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതോടെ മാതുലന്മാർക്കും മരുമക്കൾക്കും സ്വത്തിലുണ്ടായിരുന്ന അവകാശം ഇല്ലാതായി. ബഹുഭാര്യാത്വം നിയമവിരുദ്ധമായി. അതൊക്കെ പഠിച്ചു വെക്കുക. അതായത് 2-ാം നായർ ആക്ട് 1925 വന്നതോടുകൂടി മാതുലന്മാർക്കും മരുമക്കൾക്കും സ്വത്തിലുണ്ടായിരുന്ന അവകാശം ഇല്ലാതായി. ബഹുഭാര്യാത്വം നിയമവിരുദ്ധമായിട്ട് മാറി. ഓക്കെ, ക്ലിയർ. നായർ റെഗുലേഷനെ തുടർന്ന് അതേ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈഴവ ആക്ടും നാഞ്ചിനാട് വെള്ളാള ആക്ടും, ഏതൊക്കെയാണ്? ഈഴവ ആക്ടും നാഞ്ചിനാട് വെള്ളാള ആക്ടും നിലവിൽ വന്നു. ഏതേപോലെ തന്നെ നായർ റെഗുലേഷനെ തുടർന്ന് അതേ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈഴവ ആക്ടും നാഞ്ചിനാട് വെള്ളാള ആക്ടും നിലവിൽ വന്നു. ഇതേ കാലഘട്ടത്തിൽ കൊച്ചിയിലും യഥാക്രമം സംബന്ധിച്ച നിയമങ്ങൾ നടപ്പിലാക്കപ്പെട്ടു. അതായത്
ഈ നായർ റെഗുലേഷൻ ആക്ടിനെ തുടർന്നിട്ട് അതേപോലത്തെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈഴവ ആക്ടും നാഞ്ചിനാട് വെള്ളാള ആക്ടും ഒക്കെ നിലവിൽ വന്നു. അതേ കാലത്തിൽ തന്നെ കൊച്ചിയിൽ എന്താ ഉണ്ടാവുന്ന അതേ കാലഘട്ടത്തില് ദായക്രമം സംബന്ധിച്ച നിയമങ്ങൾ നടപ്പിലാക്കപ്പെട്ടു. കൊച്ചിൻ നായർ ആക്ട് 1937-38 ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും പിന്തുടർച്ചാവകാശം അനുവദിച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു കൊച്ചിൻ നായർ ആക്ട് എന്താണ് അതുവഴി ലഭിച്ചത്? ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും പിന്തുടർച്ചാവകാശം അനുവദിച്ചു. മദ്രാസ് സർക്കാരും മലബാറിലെ ദായക്രമ വ്യവസ്ഥകൾ പുനർനിർണയിച്ചുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടത്തുകയുണ്ടായി. ആര്? ഇതേപോലെ തന്നെ മദ്രാസ് സർക്കാരും എന്ത് ചെയ്തു? മലബാറിലെ ദായക്രമ വ്യവസ്ഥകള് പുനർനിർണയിച്ചുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടത്തി. 1933 മദിരാശി മരുമക്കത്തായ ആക്ട് തറവാട്ടു സ്വത്ത് ഭാഗം വയ്ക്കാൻ അനുവദിക്കുകയും മക്കത്തായത്തിന് നിയമസാധുത്വം നൽകുകയും ചെയ്തു. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അതായത് 1933 മദിരാശി മരുമക്കത്തായ ആക്ട് എന്താ ചെയ്ത്? തറവാട്ട് സ്വത്ത് ഭാഗം വയ്ക്കാൻ അനുവദിക്കുകയും മക്കത്തായത്തിന് നിയമസാധുത്വം നൽകുകയും ചെയ്തു. ക്ലിയർ? 1933 തന്നെ മദിരാശി നമ്പൂതിരി ആക്ട് മലബാറിലെ നമ്പൂതിരിമാരുടെ ദായക്രമത്തിൽ മാറ്റം വരുത്തി. 1933 തന്നെ മദിരാശി നമ്പൂതിരി ആക്ട് മലബാറിലെ നമ്പൂതിരിമാരുടെ ദായക്രമത്തിൽ മാറ്റം വരുത്തി. അതനുസരിച്ച് ഇല്ലത്തെ സ്ത്രീകളും പുരുഷന്മാരുമായ എല്ലാ അംഗങ്ങൾക്കും കുടുംബസ്വത്തിൽ തുല്യാവകാശം ലഭിച്ചു. ഏത്? 1933 മദിരാശി നമ്പൂതിരി ആക്ട് മലബാറിലെ നമ്പൂതിരിമാരുടെ ദായക്രമത്തിലും മാറ്റം വരുത്തുകയുണ്ടായി. അതനുസരിച്ചിട്ട് ഇല്ലത്തുള്ള സ്ത്രീകളും പുരുഷന്മാരായ എല്ലാ അംഗങ്ങൾക്കും കുടുംബസ്വത്തിൽ തുല്യ അവകാശം ലഭിച്ചു. ഈ നിയമത്തിനനുസരിച്ച് ഇല്ലത്തെ മൂത്ത പുത്രനല്ലാതെയുള്ളവർക്കും സ്വജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാമെന്നും അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് ഇല്ലം വക സ്വത്തിൽ അവകാശമുണ്ടെന്നും വന്നു. ആദ്യം എന്തായിരുന്നു? ഇല്ലത്തെ മൂത്ത പുത്രൻ മാത്രമാണ് സ്വജാതിന്ന് വിവാഹം കഴിച്ചിരുന്ന. മറ്റു നായർ ജാതിയിലൊക്കെ പോയി കൂടുമായിരുന്നു അല്ലെ. അതായത് എന്താണ് അതിന് പറയാ? സംബന്ധം ബാധവിക്കലും അങ്ങനെ എന്തോ പറയല്ലേ. സംബന്ധം കൂടുകയാണ് മറ്റുള്ളവര് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതനുസരിച്ചിട്ട്, ഈ നിയമം അനുസരിച്ചിട്ട് ഇല്ലത്തെ മൂത്ത പുത്രനല്ലാതെ എല്ലാവരും ഉണ്ടാവില്ല, ബാക്കിയുള്ള ആളുകള്, അവർക്കെല്ലാം തന്നെ സ്വജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാമെന്നും വന്നു. അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് ഇല്ലം വക സ്വത്തില് അവകാശം ഉണ്ടാകുമെന്നും വന്നു. ഓക്കെ, മലബാറിലെ മാപ്പിളമാരുടെ ദായക്രമത്തിൽ മാറ്റം വരുത്തുന്ന നിയമങ്ങളും 1933 പാസ്സാക്കുകയുണ്ടായി. അപ്പൊ അതും കൂടി പഠിച്ചു വെക്കുക. അതായത് 1933 മലബാറിലെ മാപ്പിളമാരുടെ ദായക്രമത്തിൽ മാറ്റം വരുത്തുന്ന നിയമങ്ങളും പാസ്സാക്കുകയുണ്ടായി. കേരള നിയമസഭ 1976 പ്രാബല്യത്തിൽ വരുത്തിയ നിയമമാണ് മരുമക്കത്തായ പരിഷ്കരണ നിയമങ്ങളിൽ അവസാനത്തേത്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗമാണ് നായർ റെഗുലേഷനുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരു ചെറിയ ഭാഗമാണ് അല്ലെ. നന്നായിട്ട് പഠിച്ചു വെക്കട്ടാ. അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും? കൽപ്പാത്തി സമരത്തിലേക്ക് കടക്കും. നമ്മുടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും ഭാഗം നമുക്ക് പഠിച്ചു തീർക്കാനുള്ളതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം പഠിക്കാൻ കേട്ടോ. ഒന്നും നിങ്ങൾ ചെറുതായി കാണരുത്. ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ നല്ല വേറെ ഓപ്ഷൻ ഉണ്ടാവും. എന്താ പറയാ, നമ്മുടെ PSC ബുള്ളറ്റിനിൽ പോയാലും നിങ്ങൾക്ക് കിട്ടും. എനിവേ എങ്ങനെയായാലും വേണ്ടില്ല, നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഏത് ഓപ്ഷൻ എടുക്കാനുള്ള ഇത് നിങ്ങളുടെ റൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാനോ ഡയറക്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. പഠിച്ച് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം കയ്യിലിരിക്കുന്ന കാര്യമാണ്. നമുക്ക് ആർക്കും വേണ്ടി പഠിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളൊരു ലക്ഷ്യം വെച്ച് അതിന് വേണ്ടി പഠിച്ചാൽ എന്തായാലും അവിടെ എത്തും. PSC ഒക്കെ എന്തായാലും പഠിച്ചാൽ കിട്ടുന്ന സാധനമാണ്. അത് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചുറ്റിലും നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. എന്താ പറയാ, ഊണും ഉറക്കും ഫങ്ഷൻസുകളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അന്ന് പിന്നെ അത്ര എന്താ പറയാ
ഈ ഫോണൊന്നും ഇത്ര സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് സമയമുള്ളതായിട്ട് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ ഫോണൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ റീലൊക്കെ കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകൾ പോകുന്നത് ആരും അറിയില്ല. അപ്പൊ അതൊക്കെ അവിടെ സ്വിച്ച് ഓഫ് ആക്കുക. രാവിലെ മുതൽ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എപ്പോഴെങ്കിലും ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഒരു ദിവസത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ ടൈമും ഇങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കുന്നതിനേക്കാൾ ഇങ്ങനെ കേട്ട് പഠിക്കാം, ഓക്കെ, പക്ഷെ ബുക്ക് വായിച്ചു പഠിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മളുടെ സെൻസ് ഓർഗൻസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മെമ്മറിയിൽ അത് നിൽക്കുന്നതാണ് പറയാ. അതായത് സെൻസ് ഓർഗൻസ് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, സ്കിൻ എന്നൊക്കെ പറയില്ലേ, 5 സെൻസ് ഓർഗൻസ്. അപ്പൊ അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക, കണ്ടുകൊണ്ട് പഠിക്കുക, കേട്ടുകൊണ്ട് പഠിക്കുക, വായിച്ചുകൊണ്ട് പഠിക്കുക, എഴുതിക്കൊണ്ട് പഠിക്കുക. അപ്പൊ നമ്മള് എല്ലാ സെൻസ് ഓർഗൻസും അതിനകത്തേക്ക് വരും അല്ലെ. എങ്ങനെ സ്മെല് ചെയ്തുകൊണ്ട് പഠിക്കാന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഓക്കെ, എനിവേ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പാറ്റേണുകൾ നിങ്ങൾ തന്നെ കണ്ടെത്താം. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായി പഠിക്കാൻ.